പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇപ്പോൾ കുറേ ദിവസം വചനമൊന്നും റെക്കോർഡ് ചെയ്തില്ല. അപ്പോൾ അത് എന്താണ് റെക്കോർഡ് ചെയ്യാത്തതെന്നറിയാൻ വേണ്ടി ഒരാളെ ഫോൺ ചെയ്തൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. റെക്കോർഡ് ചെയ്യാത്തതിന് ഒരു കാരണം, പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ല എന്ന് തന്നെയാണ്. മൊത്തത്തിലൊരു ഉഷാറ് കുറവ്, ദൈവത്തിൽ നിന്ന് അകന്ന ഒരു പ്രതീതി. ജോലി തിരക്കുകളിലേക്ക്, മറ്റുള്ള ജോലി തിരക്കുകൾ മൂലം വേണ്ട വിധത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. എന്ന് വെച്ച് ജോലികൾ ഒന്നും ഫലപ്രാപ്തി ആകുന്നുമില്ല. ക്ഷീണം, ഉഷാറ് കുറവ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി മനഃപൂർവ്വം ഒരു ദിവസം ഞാൻ ഓഫീസിലേക്ക് വന്നു. അപ്പോൾ അവിടെ ഏറ്റവും പ്രഗത്ഭനായ ഒരാൾ, അയാൾ എപ്പോഴും നന്നായിട്ടൊക്കെ ജോലിയൊക്കെ ചെയ്ത് നല്ല മിടുക്കനായിട്ടൊരാളുണ്ട്. അപ്പോൾ അയാളുടെ അടുത്ത് ഒത്തിരി സമയമൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. പോരാൻ നേരത്ത് ഞാൻ പറഞ്ഞു, ഒത്തിരി സമയം നിങ്ങളുടെ കയ്യിൽ എടുത്തല്ലോ. പുള്ളി പറഞ്ഞു, നോ, ടുഡേ ഈസ് എ ഡൾ ഡേ ഫോർ മീ. ഇന്ന് ഒരു മന്ദിച്ച ദിവസമാണ് എനിക്ക്. വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ദിവസം, ജോലി നീങ്ങാത്ത ഒരു ദിവസം. അതുകൊണ്ട് നിങ്ങൾ വന്നത് നന്നായി. നമുക്ക് വേറെ ജനറലായിട്ടുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പറ്റിയല്ലോ. അപ്പോൾ അതെനിക്ക് വളരെ ആശ്വാസപ്രദമായി തോന്നി. കാരണം നമ്മുടെ എല്ലാവരുടെയും എല്ലാ ദിവസവും ഒരുപോലെ അല്ല. ചില ദിവസങ്ങളിൽ നമുക്ക് വലിയ ഉന്മേഷവും സന്തോഷവും എനർജിയും എല്ലാം ഉണ്ട്. അടുത്ത ദിവസം ചിലപ്പോൾ നമ്മളാകെ ഡള്ളായിപ്പോകും. ഒരു ദിവസം 8-9 മണിക്കൂർ നമുക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. പക്ഷെ വേറൊരു ദിവസം ചിലപ്പോൾ നമുക്ക് അതുപോലെ കഴിഞ്ഞെന്ന് വരികയില്ല. എല്ലാ ദിവസവും ഒരുപോലെ അടിപൊളിയാകും എന്നുള്ള വിശ്വാസം തന്നെ നിരാശയിലേക്കുള്ള വഴി തുറക്കുന്നു. എല്ലാ ഉയർച്ചയ്ക്കും ഒരു താഴ്ചയുണ്ട്, അതുപോലെ എല്ലാ താഴ്ചയ്ക്കും ഒരു ഉയർച്ചയുണ്ട് എന്ന ഒരറിവ് നമുക്ക് പ്രായോഗിക തലത്തിൽ നമുക്ക് ഫലവത്താകും. ആരുടെയും ജീവിതം എല്ലാ ദിവസവും അതിമനോഹരവും സന്തോഷപ്രദവുമായിരിക്കുകയില്ല എന്ന തിരിച്ചറിവ്, അതുപോലെ തന്നെ നമ്മളുടേതേയും. അപ്പോൾ ഇതിന് അനുബന്ധമായ വചനം കർത്താവ്, ഇപ്പോൾ പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് കാണിച്ചു തന്ന ഒരു വചന ഭാഗം ഐസയ്യ 35:1. ഐശ്വര്യപൂർണമായ ഭാവി, വിജനപ്രദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും. മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും. കുങ്കുമച്ചെടി പോലെ സമൃദ്ധമായി പൂവിട്ട് അത് പാടി ഉല്ലസിക്കും. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരുവൻ്റെ അവസ്ഥയാണ്. വരണ്ട പ്രദേശവും സന്തോഷിക്കും. ഇവിടുത്തെ വരണ്ട പ്രദേശം നമ്മുടെ ആത്മാവ് തന്നെയാണ്. ദൈവത്തിൽ നിന്ന് നമ്മൾ അകലുമ്പോൾ, ദൈവിക ചിന്തയിൽ നിന്ന്, വിശുദ്ധിയിൽ നിന്ന് നമ്മൾ അകലുമ്പോൾ ആകെ ഒരു ഡ്രൈനസ് നമുക്ക് അനുഭവപ്പെടും. കർത്താവിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ വിജനപ്രദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും. മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും. കുങ്കുമച്ചെടി പോലെ സമൃദ്ധമായി പൂവിട്ട് അത് പാടി ഉല്ലസിക്കും.
കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ ജീവൻ്റെ അരുവികൾ പുറപ്പെടും. അപ്പോൾ ഒരിക്കലും നമ്മൾ നിരാശപ്പെടരുത്. നമ്മുടെ ചില ദിനങ്ങൾ നിരാശ ഉള്ളതാണെങ്കിലും, നമ്മൾ വിചാരിച്ച രീതിയിൽ പോകുന്നില്ലെങ്കിലും, ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണെങ്കിലും, അത് കഴിയുമ്പോൾ കർത്താവിൻ്റെ സമാധാനം നമ്മളെ കാത്തിരിക്കുന്നു എന്ന ഒരു തിരിച്ചറിവ് എത്ര മഹനീയമാണ്. അതുകൊണ്ട് ക്രിസ്തു അനുയായികൾ ഒരിക്കലും നിരാശപ്പെടരുത്. എത്ര നിരാശയുടെ പടുകുഴിയിലൂടെ നമ്മൾ പോവുകയാണെങ്കിലും നമ്മുടെ അബ്ബാ പിതാവ് എപ്പോൾ വേണമെങ്കിലും, ഏത് നിമിഷത്തിൽ വേണമെങ്കിലും നമ്മളെ കൈപിടിച്ച് ഉയർത്താൻ കെൽപ്പുള്ളവനാണെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ എല്ലാ ക്രിസ്തു അനുയായികളും ജീവിക്കണം. ഈ ഒരു തിരിച്ചറിവിലേക്ക്, ഈ ഒരു കൃപയിലേക്ക് സർവേശ്വരൻ നമ്മെ എല്ലാവരെയും കൈപിടിച്ചുയർത്തട്ടെ. യേശു കർത്താവെ നന്ദി, യേശു കർത്താവെ സ്തോത്രം. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. പ്രൈസ് യു, അഡോർ യു, വർഷിപ്പ് യു ജീസസ് ക്രൈസ്റ്റ്. ഹാലലുയ. ഗോഡ് ബ്ലെസ് യു. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.